നമസ്കാരം. ഏറ്റവും വില കുറഞ്ഞ അതേസമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓറക്കിൾ ഡെക്ക് വാങ്ങാൻ താങ്കൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഓറക്കിൾ ഡെക്കിൻ്റെ ഓഥറാണ് ഡയന കൂപ്പർ എന്ന് പറയുന്ന മാഡം. അപ്പോൾ അവരുടെ എസെൻഷ്യൻ കാർഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും വില കുറവുള്ള കാർഡുമാണ്, അതേസമയം വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാർഡുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ 4 കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഡയാന കൂപ്പർ, എന്തുകൊണ്ട്, ഏതൊക്കെയാണ് അവരുടെ കാർഡുകൾ, 3 എന്തുകൊണ്ടാണ് ഈ എസെൻഷ്യൽ കാർഡ്സ് നിങ്ങൾക്ക് നല്ലതെന്ന് പറയുന്നത്, 4 ഒരു കാർഡ് റിവ്യൂ. അപ്പോൾ വീഡിയോ അവസാനം വരെ ഉണ്ടാവണം. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ്, ഞാൻ ടാരോ അബണ്ടൻസ് കോച്ചാണ്. ദറ്റ് ഈസ് ഐ ടീച്ച് ടാരോ. If you are interested, you can join my 3-day basic course. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതല്ല, ഒരു വെറും കൗതുകമുള്ള ഒരാളാണെങ്കിലും ഐ വെൽക്കം യു. ലെറ്റ്സ് ഗോ ആൻഡ് ലേൺ അബൌട്ട് ഹു ഈസ് ഡയാന കൂപ്പർ. അപ്പോൾ ആരാണ് ഡയാന കൂപ്പർ എന്ന് നമുക്ക് നോക്കാം. ഡയാന കൂപ്പർ 1940-കളിൽ ഹിമാലയത്തിലാണ് ജനിക്കുന്നത്. അവരുടെ അച്ഛൻ ബ്രിട്ടീഷുകാരനായിരുന്നു, ബ്രിട്ടീഷ് ആർമിയിലുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നു. ആസ് എ ചെറിയ കുട്ടി എന്ന നിലയിലും ഒരു എന്താ പറയുക സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു വ്യക്തിയൊന്നുമല്ല അവർ. അങ്ങനെ 1982-ൽ, അതായത് അവരുടെ 42-ാമത്തെ വയസ്സിലാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. അവർക്കൊരു ഡിഫിക്കൽട്ട് മാരേജിൽ നിന്നും ഡിവോഴ്സ് വാങ്ങേണ്ടി വന്നു. അതിനുശേഷം അവർ ഭയങ്കര ഒറ്റപ്പെട്ടു, ആരുമില്ല. അവരങ്ങനെ ഒരു ദിവസം ഭയങ്കര കഷ്ടപ്പെട്ട് കരയുകയാണ്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ മുന്നിലൊരു സുവർണ പ്രകാശം, ഗോൾഡൻ ലൈറ്റ് വന്നുവെന്നും അതിൽ ഒരു ഏഞ്ചൽ വന്നു അവരോട് സംസാരിച്ചു എന്നാണ് പറയുന്നത്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നത്. അതിനുശേഷം അവർ ഹിപ്നോ തെറാപ്പി പഠിക്കുകയാണ് ചെയ്യുന്നത്. ഷീ സ്ട്രഗിൾ. അങ്ങനെ ഒരു 10 വർഷത്തിന് ശേഷം അവർക്ക് ഉള്ളിൽ നിന്ന് ഒരു വോയിസ് ഒന്ന് പറയുകയാണ് അവരുടെ അറിവുകൾ ലോകമായിട്ട് പങ്കുവയ്ക്കണമെന്ന്. അങ്ങനെ അവരത് എഗ്രി ചെയ്തിട്ട് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാണ്, ന്യൂ ലൈറ്റ് ഓൺ ഏഞ്ചൽസ് എന്ന് പറഞ്ഞു. അവരുടെ എല്ലാ വർക്കുകളും അവർ ഏഞ്ചൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ട് ഒരു TV ഷോയിൽ അവർ രാവിലെ ഇങ്ങനെ ഒരു സ്പീച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തപ്പോൾ ആ ഫോട്ടോഗ്രാഫിൻ്റെ പുറകിൽ അവരുടെ ഓറ വരികയും അതിനൊരു ഏഞ്ചലിനെ പോലെ തോന്നുകയും ചെയ്തു. അത് ആളുകൾക്ക് ഭയങ്കര ഇതുണ്ടാക്കി. പിന്നെ അവർ വളരെയധികം കാലം ഒരുപാട് TV ഷോസിൽ വന്നു എന്നാണ് പറയുന്നത്. പിന്നീട് അവർ പറയുന്നു ഒരു ദിവസം അവരുടെ സ്വപ്നത്തിൽ അവരുടെ ഒരു ഗൈഡ്, അത് കുമക എന്ന് പറയുന്ന ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി, അത് അവർ മാത്രം കണ്ടൊരു വ്യക്തിയാണ്. ഒരു ലോർഡ് ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. അവർ വന്ന് എന്താ പറയുക അവരെ ഗൈഡ് ചെയ്തു. അതിനുശേഷം അവർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതി, ഒരുപാട് അവരുടെ ഓറക്കിൾ ഡെക്സ് ഉണ്ട്. എൻ്റെ തന്നെ 3 ഡെക്ക് ഉണ്ട്. അതിലെ എസെൻഷ്യൻ ഡെക്ക് എന്ന് പറയുന്ന 2012-ൽ ഇറങ്ങിയ ഏറ്റവും വില കുറഞ്ഞ അതേസമയം യൂസ്ഫുൾ ആയിട്ടുള്ള ഡെക്കാണ്. ഇനി അടുത്ത ഭാഗത്ത് എന്തുകൊണ്ടാണ് ഈ ഡെക്ക് നിങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ് പാർട്ട്, ദ തേർഡ് പാർട്ട് ഓഫ് ദ വീഡിയോ. ഇനി നമുക്ക് ഈ ഡെക്കിൻ്റെ റിവ്യൂയിലേക്ക് വരാം. ഈ ഡെക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, 2012-ൽ ഇറങ്ങിയ കാർഡിൻ്റെ ഓൾഡ് സ്റ്റോക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വില കൂടിയാൽ എന്നെ കുറ്റം പറയരുത്. ഇത് ആദ്യം തന്നെ നമ്മൾ ഈ കാണുമ്പോൾ ഈ കാർഡിനെ നമ്മൾ ഇതാക്കുന്നതിൻ്റെ വലിപ്പമാണ്. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. സാധാരണ ഒരു ടാരോ ഡെക്കിൻ്റെ വലിപ്പം ഇതാണെങ്കിൽ അതിനേക്കാട്ടിലും വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കാർഡാണ്. ഒരു പേനയുടെ വലിപ്പം ഇതാണെങ്കിൽ നിങ്ങൾക്കറിയാം വളരെ വലിയൊരു ഒരു ഡെക്കായിട്ടാണ് നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് പിടിക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയ മാഗ്നറ്റിക് ഇതുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഒരു കുഞ്ഞ് മാഗ്നറ്റ് മാതിരി അതിങ്ങനെ നമ്മൾ ഈ കാർഡ് ഇങ്ങനെ പതുക്കെ തുറക്കുമ്പോൾ നമ്മൾ ഒരു ബുക്കാണ് കാണാൻ കഴിയുന്നത്. വളരെ രസകരമായിട്ടുള്ള ബുക്ക്. ഇതൊരു ഒരു ഫുൾ നല്ല രസകരമായിട്ടുള്ള ഒരു ബുക്കാണ്. സത്യം പറഞ്ഞാൽ ഈ ബുക്കും ഈ കാർഡും തമ്മിൽ ഇതിൻ്റെ അർത്ഥമല്ല ഈ ബുക്കിലുള്ളത്. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു ബുക്കാണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ആഭരണമൊക്കെ വെച്ചിട്ടുള്ള മാതിരി ഒരു 52 കാർഡുകൾ കാണാൻ പറ്റും. ഈ 52 കാർഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, എസെൻഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ സ്വർഗാരോഹണം, ഉയർച്ച എന്നൊക്കെയാണ് അർത്ഥം. അതായത് നമ്മുടെ ജേണി ഒരു ലൈറ്റിലേക്ക്, നിങ്ങൾക്കറിയാലോ ഋഗ്വേദത്തിൽ പറയുന്ന പോലെ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന പോലെ, അതായത് ഡാർക്ക്നെസ്സിൽ നിന്നും ലൈറ്റിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മൾ ഉയർച്ചയിലേക്കുള്ള 52 കാർഡുകൾ. ഇത് ശരിക്കും അവർ പറയുന്നത് നമ്മളൊരു കോഴ്സായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 52 ആഴ്ച ഓരോരോ കാർഡുകൾ എടുത്ത് ഇത് വായിച്ച് അതിൻ്റെ അഫർമേഷൻ പറഞ്ഞാൽ നമ്മളിതിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. അത് ഒരു രീതിയിലാണ്. അല്ല, നമുക്കൊരു പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാർഡ് നമുക്ക് ഇങ്ങനെ ഇതാക്കി നോക്കാം. ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാർഡിൽ പിക്ചേഴ്സ് ഇല്ല. ഇതിലെല്ലാം അഫർമേഷൻസ് ആണ്. എല്ലാ കാർഡിലും ഒരേ പിക്ചേഴ്സ് ആണ്. സാധാരണ ഒറക്കിൾ ഡെക്കിൽ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് വളരെ ഏത് സാധാരണക്കാരനും ഇത് ഉപയോഗിക്കാൻ പറ്റും. കാരണം നമുക്കൊരു പിക്ചർ
സ്ട്രക്ചർ നോക്കി പഠിക്കേണ്ട കാര്യമില്ല. ഇതിൽ 52 കാർഡുകളിൽ നമുക്കൊരു ഡെയിലി അഫർമേഷൻ താഴെയുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്, 12 ചക്രാസ് എന്ന്. അപ്പോൾ നമ്മൾ പറയും 12 ചക്രാസ് ഇല്ല, 7 ചക്രാസ് അല്ലേ ഉള്ളൂ എന്നുള്ളത്. ഇതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് അറ്റ്ലാന്റിസ് എന്ന് പറഞ്ഞ് 8000 BC മുമ്പ് ലോകത്തുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അന്ന് മനുഷ്യർക്ക് 12 ചക്രാസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അറ്റ്ലാന്റിസ് വീണപ്പോൾ 5 ചക്രാസ് നമ്മളിന്ന് എടുത്തു മാറ്റി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 7 ചക്രാസ് എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമ്മൾ നോക്കിയാൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള നല്ല സോളിഡ് ആയിട്ടുള്ള കാർഡുകളാണ്. ഇതിൽ ഓരോ അർത്ഥങ്ങളുണ്ട്. ഇത് നമുക്ക് എല്ലാം വായിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ മാതിരി നമുക്കൊരു ദിവസം ഒരു എന്താ പറയുക, ഒരു ഡെയിലി അഫർമേഷൻ വേണമെങ്കിൽ നമുക്കിത് ഷഫിൾ ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു കാർഡ് നമുക്ക് പുൾ ഔട്ട് ചെയ്ത് അത് വായിച്ച് നോക്കാം. അതിൻ്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും, ഐ ആം ഇൻ ടോട്ടൽ ബാലൻസ് ആൻഡ് ഹാർമണി. അന്ന് നമ്മളത് ഓർക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ 12 ചക്രാസിനെ കുറിച്ച് ആഴത്തിൽ അറിയണമെങ്കിൽ ആണ് നമ്മൾ ഈ ബുക്ക് റെഫർ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിനൊന്നും സമയമില്ല എന്ന് കരുതുക. വളരെ സിമ്പിളായിട്ടാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു കാർഡ് എടുത്ത് അന്നത്തെ അഫർമേഷൻ നമ്മുടെ മനസ്സിൽ, ഐ അറ്റ്യൂൺ ടു ആർച്ച് ഏഞ്ചൽ മെറ്റഡോൺ ടുഡേ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ അഫർമേഷൻസ് ഉണ്ട്. ഐ ആം വൺ വിത്ത് എവരി വൺ ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ മുഴുവൻ വായിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ കാർഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പിക്ചേഴ്സ് ഇല്ല, എല്ലാം റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വളരെ രസകരമായിട്ട്, ടാരോനെ കുറിച്ച് കാര്യമായിട്ട് അറിവില്ല, നമുക്കതിന് സമയമില്ല എന്നുള്ളവർക്കൊക്കെ ഈ കാർഡ് വായിക്കാൻ പറ്റും. പിന്നെ വളരെ രസകരമായിട്ടുള്ള ഭംഗിയുള്ളൊരു കാർഡുകളാണിത്. ഇനി അതല്ല, നിങ്ങൾക്കൊരു കോഴ്സ് പോലെ ചെയ്യണമെങ്കിൽ 52 ആഴ്ച ഓരോരോ ദിവസവും ഓരോരോ ആഴ്ച ഒരു കാർഡ് എടുത്ത് അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് നമുക്ക് ആ അഫർമേഷൻസ് ആ ആഴ്ചയിൽ കണ്ടിന്യൂ ചെയ്ത് ഒരു ജേർണലിംഗ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, ഈ കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവരുടെ വേറെ കാർഡുകൾ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ മറ്റൊരു അവസരത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു കാർഡ് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഇനി ഐ മൂവ് ഓൺ ടു ദ ഫോർത്ത് പാർട്ട് ഓഫ് ദ വീഡിയോ. താങ്ക് യു. വി ഹാവ് കം ടു ദ ലാസ്റ്റ് ഫോർത്ത് പാർട്ട് ഓഫ് ദ വീഡിയോ. അപ്പോൾ ഞാൻ ഈ കാർഡ് നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾ ഈ കാർഡ് ഓടിപ്പോയിട്ട് വാങ്ങാനോ ഈ കാർഡ് പ്രൊമോട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അതായത് പൊതുവേ എന്താ പറയുക, ആസ് എ ടാരോ ട്രെയിനർ എൻ്റെ ഉള്ള കാർഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിക്കുന്നു ഈ കാർഡ്. എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഇത് വില കുറവാണ്, പിന്നെ ഇതിൻ്റെ ഒരു ഭംഗിയും ഇതിൻ്റെ ഒരു യൂസ്ഫുൾനെസ്സുമാണ്. അപ്പോൾ എനിക്കിതിൻ്റെ എനർജീസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഇത് ഞാൻ ഇപ്പോഴും ഷഫിൾ ചെയ്തിട്ടില്ല, കാരണം എന്തെന്നാൽ ഞാനതൊരു കോഴ്സ് പോലെ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ജീവിതത്തിൽ എന്താ പറയുക തടസ്സത്തിൽ നിൽക്കുന്നു, നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു കാർഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എസെൻഷ്യൽ കാർഡ്സ് വാങ്ങാം. ഇതിൻ്റെ വില കൂടും. എനിക്ക് അനുഭവമുണ്ട്, കാരണം ഈ യൂണിക്കോൺ കാർഡ്സ് ആണ് ആദ്യം ഞാൻ കൊടുത്തിരുന്ന കുട്ടികൾക്ക്. അന്നതിന് ഇതേപോലെ 500 രൂപയുടെ താഴെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ സ്റ്റോക്ക് കഴിഞ്ഞ് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ അത് 1200 1300 രൂപയായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുക, കാരണം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇത് കൂടും വില. പിന്നെ നമുക്ക് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 800-1000 രൂപ വില മതിക്കുന്ന സംഭവം ഉണ്ട് എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും നല്ല സോളിഡ് ഇതിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതാ 2012 ഇറങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു ഇത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഗൈഡിങ് ലൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അഫർമേഷൻസ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ഇതും നേരുന്നു. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ്.